അപ്പൊ ഇത് ഒരു ഭയങ്കര എക്സൈറ്റിംഗ് അൺബോക്സിംഗ് ആണ്. കാരണം ഞാൻ സൈക്കിള് ഇപ്പൊ വീണ്ടും സൈക്ലിംഗിലേക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കൊന്ന് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ ട്രിയാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ E5 ഇലക്ട്രിക്കൽ ബൈസൈക്കിളിന്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഈ സൈക്കിളിന്റെ ഒരു അൺബോക്സിംഗ് കാണും, റിവ്യൂ കാണും. പിന്നെ സാധാരണക്കാർക്ക്, പ്രൊഫഷണൽ സൈക്ലിസ്റ്റ് അല്ല, സാധാരണക്കാർക്ക് ഉള്ള സൈക്ലിംഗ് ടിപ്സ് കാണും. അങ്ങനെ സൈക്ലിങ്ങിനെ ബന്ധപ്പെട്ട ഒരു സംഭവമായിരിക്കും. പക്ഷെ ഇതൊക്കെ പിന്നെ പറയാം, കാരണം ഇത് വന്നിട്ട് ഒരാഴ്ച ഇതൊരു അൺബോക്സ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. മെയിനായിട്ട് ഇപ്പം യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇതൊക്കെ അൺബോക്സ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇത് റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാരണം കൊണ്ട് ഇതൊരു അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. കാരണം വേറെ കുറെ വീഡിയോസ് ഒക്കെ അങ്ങ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യമേ അൺബോക്സിംഗിലേക്ക് പോവാം. ഐ എം വെരി എക്സൈറ്റഡ്. അപ്പൊ ഇത് ട്രിയാഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇവർ ഓൺലൈൻ ഓൺലി ആണ്. ഞാൻ ആമസോൺ പ്രൈം ഡേയിൽ നല്ലൊരു ഓഫറിൽ ഏകദേശം എനിക്കൊരു 31,000 ഈ സൈക്കിൾ കിട്ടിയത്. അത് ഇലക്ട്രിക്കൽ ബൈസൈക്കിൾ എടുക്കാനുള്ള കാരണം അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ഇത് ആദ്യമേ തുറക്കാം. ഇത് റെഡി ടു റൈഡ് ആണ്. അപ്പൊ വളരെ കുറച്ച് അസംബ്ലിംഗ് മാത്രമേ കാണുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഡാമേജ് ആയിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇത് തുറക്കാം. നല്ല മണം, പുതിയ സൈക്കിളിന്റെ മണം. അപ്പൊ ആദ്യമേ ഇതൊരു ബോക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അഡ്ജസ്റ്റ് സ്പാനറും ആലൻ കീ ഒക്കെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതപ്പോ നമ്മൾ അസംബിൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് ചാർജറാണ്, ലിഥിയം അയൺ ബാറ്ററിയാണ്. സ്പെസിഫിക്കേഷൻസ് ഒക്കെ വീണ്ടും പറയുന്നതായിരിക്കും. ഇതപ്പോ ഇതിന്റെ ചാർജർ. ഇത് പെഡൽസ് നമ്മൾ പിടിപ്പിക്കണം. ഇതെനിക്കൊന്ന് ഹാൻഡിൽ ബാർ ടൈറ്റ് ചെയ്യാനുള്ള, സ്റ്റെം ടൈറ്റ് ചെയ്യാനുള്ള സ്പാനർ. ഇത് 2 ആലൻ കീ ആണെന്ന് തോന്നുന്നു. അല്ലാതെ ഓക്കെ. ഭാഗ്യമില്ല, അല്ലെങ്കിൽ ഇതിന്റെ എക്സ്ട്രാ പൈസ പോയനെ. ഇത് ബാക്കിലത്തെ ലൈറ്റും ഉണ്ട്. ഓക്കെ, ഫ്രണ്ടിലത്തെ ലൈറ്റും ഉണ്ട്. അപ്പൊ എല്ലാം ഇവര് തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത്രയും സാധനമാണ് അസംബ്ലിക്കുള്ളത്. ഇനി ബാക്കി നമുക്ക് സൈക്കിൾ തുറക്കാം. ഓക്കെ, അപ്പൊ പാക്കിംഗ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്ന ഒരു ഡാമേജും ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് വേഗം ടൈം ലാപ്സിൽ ഇട്ടിട്ട് ഇത് തുറക്കുന്നത് കാണിക്കാം. എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കും ഇത് ഇത്രയും തുറക്കാൻ, കാരണം അത്രയും നല്ല പാക്കിംഗ് ആണ്. അൺബോക്സിങ്ങിന്റെ പകുതിയായി. പക്ഷെ എനിക്ക് ഇന്ന് കാണിക്കേണ്ടത് ഇവർ എന്ത് നന്നായിട്ട് ഇത് പാക്ക് ചെയ്തിരിക്കുന്നതെന്നാണ്. ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞാൻ ട്രിയാഡായിട്ട് ഒരു ബന്ധവുമില്ല, സ്പോൺസർഡ് ഒന്നുമല്ല. ഞാൻ ആമസോണിൽ കൂടെ EMI ബേസിസിൽ എടുത്ത സൈക്കിളാണിത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ബാക്കിയെല്ലാം ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും. ജസ്റ്റ് ആദ്യം ഇവർ എന്ത് വൃത്തിയായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാ ഭാഗവും അവർ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ടയേഴ്സും, ഇതാണ് ഇവരുടെ മെയിൻ ഒരു ബാറ്ററിയുടെ ഭാഗം, അത് നല്ല പ്രൊട്ടക്റ്റഡ് ആണ്. കീ മിസ്പ്ലേസ്ഡ് ആയി പോകാതിരിക്കാൻ അവരിത് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ മറ്റേ നമ്മുടെ ത്രോട്ടിൽ ബാർ വരെ അവർ നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പവർ ഇൻഡിക്കേറ്റർ. സൈക്കിളൊക്കെ പിന്നെ കാണിക്കാം, ആദ്യമേ അൺബോക്സിങ് നടക്കട്ടെ. അപ്പോൾ ഇവിടെ സ്റ്റെമ്പ് എല്ലാം നല്ല രീതിയിലാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും ഒരു കംപ്ലൈൻറ്റും കാണില്ല. ആൻഡ് ഗിയറും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. വേദു ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എക്സൈറ്റ്മെന്റിൽ. ഒരു രീതിയിൽ വേദുവിന് എന്താ സംഭവിക്കുന്നത് കാണായിരുന്നു. അപ്പൊ ഇതാണ് അവിടെ മെയിൻ. ഇതൊരു ചാക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന്റെ അകത്ത് ബബിൾ റാപ്പ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് തന്നെ ഭയങ്കര ഒരു പ്രൊട്ടക്ഷന്റെ സംഭവമാണ്. ഇത് വേറെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പാക്കിംഗ് ഇത് കളയണ്ട. അപ്പൊ വീണ്ടും അൺബോക്സിംഗ് ഏകദേശം 10 മിനിറ്റ് ആയി അൺബോക്സിംഗ് തന്നെ. ഏതോ ഇത് അപ്പടെ പുതിയ സൈക്കിളാണ്. ഇതൊന്നും എടുത്തോണ്ട് ഓടിക്കാൻ പറ്റില്ല. അമ്മ തരാട്ടാ, ഏതുവിന് അമ്മ തരാട്ടാ. ഏതോന്റെ സൈക്കിളിന്റെ അൺബോക്സിംഗ് വീഡിയോ വരുമ്പോഴായിരിക്കും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വ്യൂസ് വരാൻ പോകുന്നത്. അതെ, വേദുവിന് പുതിയ സൈക്കിള് വരും. ഇത്
അയ്യോ 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 വേദു അത് അട്ടയാന്ന് ഞാൻ ചോടിപ്പ്. ഹായ് വേദുവിനെ കളിക്കാൻ കിട്ടി. വേദുവിനെ കളിച്ചാൻ കിട്ടി. അവിടെ കൊണ്ടേ വെച്ചോ. കൊണ്ടേ വെച്ചിട്ട് ഇവിടെ വാ. ബാ ബാ അതെടുത്ത് വെക്ക്. അതെല്ലാം എടുത്ത് വെക്ക്. വേദു അതെല്ലാം എടുത്ത് വെക്കുക. ആ അതവിടെ ഇരിക്കട്ടെ. നീ അതെടുക്ക് വേദു. വേദു എന്ത് ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ വേദുണ്ണി? എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? മതി. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. വേദു ഡാൻസ് എങ്ങനെയാ? വേദു ഡാൻസ് പാട്ട് എങ്ങനെയാ? പാട്ട് അങ്ങനെയാണോ? സാ 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 എങ്ങനെയാ വേദു? വേദു സാ പറയാ. സാ ആ സാ എന്താ എന്താ പറഞ്ഞ? ഡാൻസ് ചെയ്തോ? ഡാൻസ് 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 ഡാൻസ്. സ്കിബിഡി സ്കിബിഡി പപ്പ സ്കിബിഡി പപ്പ സ്കിബിഡി പപ്പ. വേദുവിന്റെ ഫേവറേറ്റ് സോങ് ആ സ്കിബിഡി അല്ലേ വേദു? വേദു സ്കിബിഡി സ്കിബിഡി കളിച്ചേ. അത് എടുക്കും അവിടെ വെക്കും, എടുക്കും അവിടെ വെക്കും. അപ്പൊ അൺബോക്സിംഗ് എനിക്കൊന്ന് ഇതൊരു ഭയങ്കര ടയറിങ് അൺബോക്സിംഗ് ആണ്. സാധാരണ അൺബോക്സിംഗ് വളരെ എളുപ്പമാണ്, പക്ഷെ ഇത് കുറച്ച് ടയറിംഗ് ആണ്. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഐ ലവ് ദി കളർ. കളർ അടിപൊളിയല്ലേ? ഐ ലൈക്ക് ദാറ്റ് ഓറഞ്ച്. ഓറഞ്ച് ഹൈലൈറ്റ്, ഈ ഒരു ഈവൻ പെയിന്റ് ക്വാളിറ്റി എവരിതിങ് ഈസ് ഗുഡ്. ഇറ്റ് ലുക്സ് വെരി ലൈക്ക് സ്റ്റൈലിഷ്, ഒരു സ്റ്റൈലിഷ് സ്പോർട്ടി ലുക്ക് ഉണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും ഹാൻഡിൽ ബാർ ഒന്ന് ആദ്യം അസംബിൾ ചെയ്യണം. ഇത് തുറക്കുന്നത് ആദ്യം ഞാനല്ലേ ഓടിക്കണേ? ബെസ്റ്റ് ആണ്. സൈക്കിള് വീട എങ്ങാനും പ്രിയ പറഞ്ഞത് പ്രിയക്ക് ഇത് ഓടിക്കണം എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഇലക്ട്രിക്കൽ സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എങ്ങാനും പ്രിയ വീട ഞാൻ ആദ്യമേ പിടിക്കുന്നത് എനിക്ക് സൈക്കിള് സ്കൂട്ടർ ഒക്കെ ഓടിക്കാൻ അറിയാം. പക്ഷെ ഞാൻ വീണ സൈക്കിളാണ് പിടിക്കാൻ പോണേ. ഉറപ്പാണ് വീണ് കഴിഞ്ഞാൽ ഞാൻ സൈക്കിളെ കയറി പിടിക്കുള്ളൂ, പ്രിയനെ പിടിക്കുന്നതായിരിക്കില്ല. പ്രിയനെ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ടേപ്പ് ഒക്കെ ഒട്ടിച്ച് അല്ലെങ്കിൽ ആശുപത്രി കൊണ്ട് ശരിയാക്കാം. സൈക്കിൾ പോയി കഴിഞ്ഞാൽ വാറണ്ടിക്കൊക്കെ ഈ കൊറോണ ടൈമിൽ വളരെ പാടാണ്, കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ട് സൈക്കിളായിരിക്കും ആദ്യമേ പിടിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല എന്നർത്ഥം അല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. നമുക്ക് ഒരുമിച്ച് ഇനി ഞാനും ഫ്രീ ആയിട്ടൊക്കെ ഒരുമിച്ചുള്ള സൈക്കിൾ റൈഡൊക്കെ വരുന്നത്. അപ്പൊ വേദുവിനെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യണം. അത് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക, സ്ട്രെയിറ്റ് ആക്കുക, ഇങ്ങനെ തിരിക്കുക. ഇത് ഇങ്ങനെ ഇരിക്കുവാണ്, ജസ്റ്റ് തിരിച്ച് സ്ട്രെയിറ്റ് ആക്കുക. സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള കിറ്റും അവർ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ അതൊന്ന് ഹാൻഡിൽ ബാർ ടൈറ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹൈലൈറ്റ് ഓറഞ്ച് കളർ. ഇറ്റ് ലുക്ക് സോ സ്പോർട്ടി. നോ ഗൈസ്, വളരെ സിമ്പിൾ ആണ്. 3 പ്രോസസ്സേ ഉള്ളൂ. റൈഡ് ഇൻ 3 ഈസി സ്റ്റെപ്സ്. ഒന്ന്, നമുക്ക് ഹാൻഡിൽ ബാർ ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് പെഡൽ ഫിക്സ് ചെയ്യണം, ബാറ്ററി ഓൺ ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് സൈക്ലിംഗ്. അപ്പോൾ വളരെ സിമ്പിൾ പ്രോസസ് ആണ്. ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സൈക്കിളിൽ ഒരു ഫസ്റ്റ് റൈഡും കൂടെ കാണിക്കാം. ആദ്യമേ നമുക്ക് അതൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ എങ്ങനെയാണ് ഹൈറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് സീറ്റ് ഹൈറ്റ്. അല്ലെങ്കിൽ സൈക്കിൾസിന് തന്നെ കുറേ ഫ്രെയിംസ് ഉണ്ട്, സ്മോൾ, മീഡിയം, ലാർജ്. അപ്പോൾ അത് നോക്കി തന്നെ നിങ്ങളുടെ സൈസും നിങ്ങളുടെ ഹൈറ്റും നോക്കിയിട്ട് തന്നെ നിങ്ങൾ സൈക്കിൾ ഓർഡർ ചെയ്യണം. അതാണ് ഫസ്റ്റ് ടിപ്പ്. പിന്നെ സീറ്റ് ഹൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് അതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് സൈക്കിൾ ഒന്ന് റെഡിയാക്കാം. വേജുവിന്റെ സൈക്കിളാണോ? ഇതാണോ വേജുവിന്റെ സൈക്കിൾ? വലുതാകുമ്പോ തരട്ടോ അമ്മ. ഓക്കെ, വലിയ കുട്ടിയാവുമ്പോ ഡാൻസ് 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 ഡാൻസ്. തരും
വലുതാകുമ്പോ തരൂട്ടാ, അമ്മ തരാട്ടാ. സൈക്കിളിൽ പോവാൻ, നമുക്ക് സ്കൂളിൽ സൈക്കിളിൽ പോവാൻ. വേദോ വേദോ സൈക്കിളിൽ പോവട്ടെ. അതിന്റെ ഹാൻഡിൽ ബാർ കഴിക്കാം. അനി ആലൻ കീ ആണ് ഏറ്റവും വേണ്ടത്. ഒന്നുമില്ല, ജസ്റ്റ് ഇതെടുത്ത് ഇതിന്റെ സ്ക്രൂവിലേക്ക് ഇടുക, ഒന്ന് ടൈറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒരു പ്രോസസ്സും ഇല്ല. നന്നായി ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇതൊക്കെ തിരിഞ്ഞു. ഗൈസ്, ഇനി പെഡൽസ് ആണ്. പെഡലും വളരെ എളുപ്പമാണ്. ഇത് റൈറ്റ് ലെഫ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതൊരു സൗണ്ടാ ചെയ്തു, റൈറ്റും ലെഫ്റ്റും എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇടുക. ഇതിപ്പോ റൈറ്റിലേക്ക്, ഇത് ലെഫ്റ്റ് പെഡൽ ഇടുക, ജസ്റ്റ് സ്ക്രൂ ചെയ്യുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതിനൊക്കെ കടയിൽ പോകണം, പാടായിരിക്കും. എല്ലാം നമ്മൾ ഞാനും ആദ്യം വിചാരിച്ച് കടയിൽ കൊണ്ടുപോകണം എന്നൊക്കെയാണ്. പക്ഷെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വേദുവിനെ കണ്ടിട്ട് എന്തൊക്കെയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. വേദുവിനും പണിയാണ് അതൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ സൈക്കിൾ സെറ്റായി. ഹാൻഡിൽ ബാർ, പെഡൽ എല്ലാം റെഡിയായി. കീ ഉണ്ട്. ഈ കീ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി റിമൂവബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ബാറ്ററി ഊരി വീട്ടിന്റെ അകത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാം. ചില സൈക്കിൾസിൽ, ഇപ്പൊ ഹീറോന്റെ ഒക്കെ സൈക്കിളിൽ നമുക്ക് സൈക്കിളിൽ നിന്ന് ബാറ്ററി ഊരാൻ പറ്റില്ല. അപ്പൊ ചിലവർക്ക് ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ സൈക്കിളും മുകളിലേക്ക് കൊണ്ടുപോണ്ടി വരും. അപ്പൊ അത് പാടാണ്. അപ്പൊ ഇതിനാണ് ഈ കീ വെച്ച് നമുക്ക് ഇത് ഊരാൻ പറ്റും. ആൻഡ് ഇത് ഊരിയെടുത്ത് നമുക്ക് റൂമിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാം. ഞാൻ ബാറ്ററി ഡീറ്റെയിൽസ് എത്ര റേഞ്ച് എന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ മെയിൻ മൂവ്മെന്റ് ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സൈക്കിളിന്റെ ഹൈറ്റ് ഒന്ന് നോക്കാം. സീറ്റ് ഹൈറ്റ്. അപ്പൊ ഇതിപ്പോ സീറ്റ് ആക്ച്വലി കുറച്ച് ലോ ആണ്. കറക്റ്റ് എങ്ങനെയാ ഞാൻ സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ അസംബ്ലി മൊത്തം കഴിഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് കറക്റ്റ് സീറ്റ് ഹൈറ്റ് ഫിക്സ് ചെയ്യണം എന്നാണ്. ഇത് ആക്ച്വലി എളുപ്പം. ചില സൈക്കിളിന് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സ്പാനറും അതൊക്കെ ആലൻക്കോ അങ്ങനെ എന്തെങ്കിലും വേണം. ഇത് ക്വിക്ക് റിലീസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ അത്രേ ഉള്ളൂ. ലിവർ ഒന്ന് വലിച്ചാൽ ഇത് പൊക്കാം. പൊക്കി നമ്മുടെ ഹിപ്പ് ഹൈറ്റ് കറക്റ്റ് നമ്മുടെ ഹിപ്പിന്റെ ഹൈറ്റിലേക്കാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് തന്നെ. ഓക്കെ, ഈ ഹൈറ്റിലേക്ക് ആക്കുക, സ്ട്രെയിറ്റ് ആക്കുക, ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സൈക്കിൾ റെഡി. ഇനി ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഹൈറ്റ്. ഓക്കെ, നമ്മൾ ഇരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കാല് രണ്ടും താഴെ കുത്താൻ പാടില്ല. നമ്മളെല്ലാവരും സാധാരണ താഴെ സീറ്റിലിരുന്ന് രണ്ട് കാല് താഴെ കുത്തുന്നതാണ് നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല സൈക്കിളിന്റെ കറക്റ്റ് റൈഡിങ് പൊസിഷൻ. എപ്പോഴും കുറച്ച് കാല് ഇങ്ങനെ ടോസിലേ നിൽക്കാൻ പാടുള്ളൂ. ആ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം. അപ്പൊ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് ചിലപ്പോൾ പാടായിരിക്കും. ഇത് അവര് വെബ്സൈറ്റിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 54261 വേറെ ഉള്ളവർക്കുള്ള സൈക്കിളാണ്. അപ്പോൾ 5.4 ഫീറ്റോ? അപ്പൊ ഇതായിരിക്കും 5.4 ഫീറ്റ്. അപ്പൊ ഇതാണ് റൈഡിങ് പൊസിഷൻ സൈക്കിളിന്റെ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ മെയിൻ സാധനം ഇതാണ്. ഇത് ആക്ച്വലി സൈക്കിളിൽ 3 മോഡുണ്ട്. ഒന്ന് പെഡൽ അസിസ്റ്റ് എന്ന് പറയും, ഒന്ന് സാധാരണ സൈക്കിൾ, ഒന്ന് ഫുൾ ത്രോട്ടിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഓൺ ചെയ്യാം. യെസ്, ചാർജ് ഉണ്ട്. ഇപ്പം 4 ചാർജ് ഉണ്ട്. ഇതാണ് മോഡ്. ഇത് പെഡൽ അസിസ്റ്റ് മോഡ്, ലോ, മീഡിയം, ഹൈ. അതെന്താണെന്ന് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ്. ഇത് സാധാരണ ഷിമാനോൻ്റെ ഏറ്റവും ലോ എൻഡ് ഗിയർ ആണ്, പക്ഷെ നമുക്ക് അത് മതി. പിന്നെ ഇതാണ് മെയിൻ. ഇത് നമ്മുടെ സൈക്കിള് ആക്സലറേറ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ തന്നെ പോകുന്നത്. ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിയത് ഇപ്പോൾ ബാക്കിലേക്ക് പോകും. ഇതിൻ്റെ ബാക്ക് ടയർ ഇപ്പോൾ നമ്മുടെ ബൈക്ക് പോലെ കണ്ടാ തന്നെ കറങ്ങുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് ദ സ്കൂട്ടർ മോഡ്. അപ്പോൾ ബേസിക് സൈക്കിളിൽ ഇത്രയേ ഉള്ളൂ. സൈക്കിളിന്റെ സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പെഡൽ അസിസ്റ്റ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മോഡ്സ് ആണുള്ളത്. പെഡൽ അസിസ്റ്റ് മോഡ് അത് ലോ, മീഡിയം, ഹൈ. അപ്പോൾ അത് എക്സാമ്പിളിൽ പറയണമെങ്കിൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഒരാൾ എങ്ങനെ തള്ളും നമുക്ക് അത്രയും കുറച്ച് ഇഫേർട്ട് മതി. ഇപ്പോൾ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് തള്ളുന്ന ഒരു സുഖമായിരിക്കും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര് തള്ളുന്ന ഒരു സുഖമായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ഇഫേർട്ട് ഇട്ട് നമ്മൾ ചവിട്ടിയാൽ മതി. ഇത് അല്ലാതെ ഫുൾ ത്രോട്ടിൽ മോഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഫുൾ ഇലക്ട്രിക്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആക്സിലറേറ്റർ മാത്രം കൊടുത്താൽ മതി, പെഡൽ ചെയ്യേണ്ട. പെഡൽ അസിസ്റ്റ് മോഡിൽ നമ്മൾ പെഡൽ ചെയ്യണം, പക്ഷേ എപ്പോഴും ബാറ്ററിയുടെ കയ്യിൽ ഒരു സപ്പോർട്ട് കാണും. അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് ജസ്റ്റ് ഈ കോമ്പൗണ്ടിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അപ്പോൾ ഞാൻ പെഡൽ ചെയ്യാതെയാണ് ഇപ്പോൾ ഓടിച്ചത്. എന്തായാലും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇന്ന് യൂസ് ആവാൻ സമയം എടുക്കും. അപ്പോൾ ഇതിന് ചെറിയ ടെസ്റ്റ് ഡ്രൈവും അല്ലെങ്കിൽ ഒരു കുറച്ച് കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടും കൂടി ആയിരിക്കും ഈ അൺബോക്സിങ് വീഡിയോ വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് സൈക്ലിംഗ് കൂടെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് സൈക്ലിങ്ങിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞു, ഒരു ഫസ്റ്റ് ലുക്കും കഴിഞ്ഞു. ഞാനിപ്പം ഏകദേശം ഒരു 500 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ റിവ്യൂസ് ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ അത് കുറച്ച് ചവിട്ടണം. കാരണം നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങുവാണെങ്കിൽ എന്നെ പിന്നെ കുറ്റം പറയരുത്. അതുകൊണ്ട് എനിക്കൊരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 2-3 വീക്സായി സൈക്കിൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ 2-3 വീക്സ് ചവിട്ടി 50 കിലോമീറ്ററോളം 500-600 കിലോമീറ്ററോളം ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ പറയാം ഞാൻ എന്താണ് ഈ ബൈക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സൈക്കിൾ ഞാൻ എന്താ ചൂസ് ചെയ്യാൻ കാരണം എന്ന്. ഞാൻ മെയിനായിട്ട് നമ്മൾ ഈ സൈക്ലിങ്ങിൻ്റെ ഒക്കെ ക്രേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് സൈക്കിൾ വെറുതെ വീട്ടിലിരുന്ന് തുരുമ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. കാരണം ഈ പാൻഡമിക് ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ സൈക്ലിങ്ങിൽ ഇൻട്രസ്റ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള എൻ്റെ ഡാൻസും ബാഡ്മിൻ്റണും അല്ലെങ്കിൽ ജിമ്മൊക്കെ ആയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സൈക്കിൾ ചെയ്യാൻ സമയം കാണില്ല ആൻഡ് ഐ മൈറ്റ് ലൂസ് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ലോക്കൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ട്, കാരണം എനിക്ക് ഇപ്പം അടുത്ത് എനിക്ക് എൻ്റെ ഓഫീസിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ജിമ്മിൽ തന്നെ പോകേണ്ടി വരും, ഷട്ടിൽ കളിക്കാൻ പോകേണ്ടി വരും. ഇതൊക്കെ എൻ്റെ അടുത്തടുത്താണ്, എല്ലാം ഏകദേശം 5-10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേർക്കാതെ പോകണമെങ്കിൽ എനിക്ക് ഇതെൻ്റെ ഒരു ഈ ബൈക്ക് സൈക്കിളായിട്ട് സ്കൂട്ടറായിട്ട് ഉപയോഗിക്കാം. എൻ്റെ സൈക്കിൾ ഒരു സ്കൂട്ടറായിട്ട് ഉപയോഗിക്കാം. നമ്മൾ വേർക്കാതെ പെഡൽ ചെയ്ത് ചിലപ്പോൾ എനിക്ക് ഓഫീസിലൊന്നും പെഡൽ ചെയ്ത് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണുമ്പോഴോ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ സ്വെറ്റായിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈക്കിൾ എനിക്ക് ഇതായിട്ട് ഉപയോഗിക്കാം, സ്കൂട്ടറായിട്ട് ഉപയോഗിക്കാം, കംഫർട്ടബിൾ ആയിട്ട് പോകാം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ മെയിനായിട്ട് ഈ സൈക്കിൾ വാങ്ങിയത്. ആ സമയത്ത് എക്സസൈസ് വേണ്ടപ്പോൾ എനിക്ക് അത് സാധാരണ സൈക്കിളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇപ്പം ഈ സൈക്കിളിൻ്റെ ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ സൈക്കിൾ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് നോട്ട്. പക്ഷേ ഈ ഒരു റേറ്റിന് ഈ 35,000 രൂപയ്ക്ക് ഐ ഫീൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ബൈക്ക് ഇൻ കേരള എന്നാണ്, ഇൻ ഇന്ത്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 ഓപ്ഷൻസേ ഉള്ളൂ. ഒരു ലൈറ്റ് സ്പീഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ഹീറോ എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്, പിന്നെ ഈ ഒരു ട്രിയാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ബാക്കിയുള്ളതൊക്കെ അബവ് 45-50 ആ റേഞ്ചിലൊക്കെ പോകുന്നുണ്ട്. ടോട്ടൽ 1.5 lakh വരെയൊക്കെ പോകുന്നുണ്ട് ഇലക്ട്രിക്കൽ സൈക്കിൾ. അപ്പോൾ ഇതിൽ ഈ സൈക്കിളിൽ പ്ലസ് പോയിന്റ്സ് ഞാൻ പറയാം. മെയിനായിട്ട് എനിക്ക് ഏറ്റവും പേടി ഞാൻ ഓൺലൈൻ വാങ്ങുമ്പോൾ കസ്റ്റമർ സർവീസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹീറോയിൻ്റെ കസ്റ്റമർ സർവീസ്, ഹീറോയ്ക്ക് സർവീസ് ഒരു വലിയ വിഷയമായിരിക്കില്ല, കാരണം ഇവിടെ ഓൺലൈൻ വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ വേറെ 2-3 ബ്രാൻഡ്സ് ഒക്കെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ കസ്റ്റമർ കെയർ സെൻറ്റർ ഡസ് നോട്ട് എക്സിസ്റ്റ്, അല്ലെങ്കിൽ നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ആ സൈക്കിൾ ഞാൻ ബാക്കി സ്പെസിഫിക്കേഷൻസ് നോക്കിയില്ല, ഞാൻ അത് ക്യാൻസൽ ചെയ്തു. ഇവരെ ഞാൻ വിളിച്ചു, അപ്പോൾ ഈ ട്രിയാഡ് എന്ന് പറഞ്ഞ കമ്പനീനെ ഞാൻ വിളിച്ചു. അപ്പോൾ അറ്റ്ലീസ്റ്റ് റെസ്പോണ്ടഡ്. ഞാൻ ചോദിച്ച ക്വയറീസ്, ഇതിൻ്റെ വെയിറ്റും ഇതിൻ്റെ ഫ്രെയിമിനൊക്കെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ. അത് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ആൻഡ് പിന്നെ വേറെ ഈ സൈക്കിളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നല്ലതാണ്. കാരണം അലോയ് ഫ്രെയിമാണ്, അലോയ് ഫോക്സ് ആണ്, പിന്നെ ഇതിൻ്റെ ഷിമാനോ ബേസിക് ഗിയർ ആണെങ്കിലും ഷിമാനോൻ്റെ ഒരു 7 സ്പീഡ് ഗിയർ ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് മോഡലാണ്. അങ്ങനെ ഒരുപാട് നല്ലൊരു പോസിറ്റീവ് സൈൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നുമല്ല. എനിക്കൊന്നൊരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇതിനൊരു 15,000 to 18,000 rupees ആ ഒരു റേഞ്ച്, മാക്സിമം 20,000 അതിനുള്ള ഒരു സൈക്കിള് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിക്ക് ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. ആൻഡ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്ര നാൾ ഓടിച്ചിട്ട് വേറെ സൗണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വേറൊരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ ബ്രേക്ക് കുറച്ച് ലൗഡാണ്. അത് അവർ പറയുന്നത് ഡിസ്ക് ബ്രേക്സ് ചിലതൊക്കെ അങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. കടക്കാരും ഇവിടുത്തെ ലോക്കൽ സർവീസ് സെൻറ്ററിൽ ഷോപ്സിലൊക്കെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, അത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഞാൻ ചവിട്ടിയപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഈ സൈക്കിൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി ഏതെങ്കിലും ലോക്കൽ കടയിൽ കൊണ്ടുപോയി നമ്മളെല്ലാം ഒന്ന് ടൈറ്റൻ ചെയ്യണം. ഞാനത് ചെയ്തില്ല, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ബോട്ടം ബ്രേക്ക് ബ്രാക്കറ്റ് എന്തിൻ്റെ ഒരു സ്ക്രൂ എന്തോ ഊരിപ്പോയി. ആൻഡ് അതുകൊണ്ട് ഞാൻ റിപ്പയർ ചെയ്ത് 200 rupees ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു മെയിൽ അയച്ചു. അവർ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ 2 തവണ വിളിച്ചു. അവർ പറഞ്ഞു, ഓ സോറി ഞങ്ങൾ മിസ്സായി പോയി, എന്താ നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി അത് റീഫണ്ട് ചെയ്തു. അത് എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ കസ്റ്റമർ സർവീസിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. പിന്നെ ഇത് മഴയത്ത് ഓടിച്ചു. ഭയങ്കര മഴയല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു മഴയിൽ ഞാൻ ഓടിച്ചായിരുന്നു. ഏകദേശം ഒരു 1/2 മണിക്കൂർ, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സൈക്കിൾ ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ
ഒരു കമ്മ്യൂട്ട് ഓഫീസ് കമ്മ്യൂട്ട് അല്ലെങ്കിൽ ഒരു എക്സസൈസ് മാത്രമല്ലാതെ ഇങ്ങനെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സൈക്കിൾ വിൽ ബി ദ ബെസ്റ്റ്. കാരണം അതൊരു ചെറിയ സ്കൂട്ടറായിട്ട് ഉപയോഗിക്കാം. സ്പീഡ് ലിമിറ്റ് ഉണ്ട് 25 കിലോമീറ്റേഴ്സ്, പക്ഷേ അത് മതി നമുക്ക് സിറ്റിയിൽ. പിന്നെ ഈ സൈക്കിളിന് കയറ്റം കയറാൻ ഞാൻ ഏകദേശം ഒരു 89 കിലോസ് ഉണ്ട്. കയറ്റം കയറാൻ ഒരു കുഴപ്പമില്ല. ഏകദേശം ഒരു 23 km/h കയറ്റം കയറും. ഞാൻ സ്പീഡ് ട്രാക്ക് ചെയ്തു, അപ്പോൾ അതും വലിയൊരു വിഷയമല്ല. ഇതിൻ്റെ റേഞ്ചും അവർ പറയുന്നത് ഫുൾ ത്രോട്ടിൽ മോഡിൽ 35 എന്നാണ്. ഞാനത് നോക്കിയിട്ടില്ല, പക്ഷേ ഏകദേശം ഒരു 25-30 ഒക്കെ കിട്ടിയിട്ട് എനിക്ക് ഒരു പോയിന്റും കൂടെ പവർ പോയിന്റും കൂടെ ബാക്കി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കിട്ടുമെന്ന്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന പെഡൽ അസിസ്റ്റ് മോഡാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് 3 ഇൻറ്റൻസിറ്റി ഉണ്ട്. ഞാൻ മീഡിയത്തിലിട്ടാണ് ചവിട്ടുന്നത്. അപ്പോൾ അതിലിട്ട് ചവിട്ടുമ്പോൾ ശരിക്കും എനിക്കൊരു ഹൈ എൻഡ് സൈക്കിൾ ചവിട്ടുന്ന ഒരു ഇഫേർട്ട് കൊടുത്താൽ മതി. ഈ സൈക്കിളിന് വെയിറ്റ് കുറച്ച് കൂടുതലാണ്, കാരണം ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഏകദേശം ഒരു 21 കിലോസ് ഉണ്ട്. പക്ഷേ നല്ലൊരു ഹൈബ്രിഡ് സൈക്കിൾ വിൽ ബി ഓൾവേസ് ക്ലോസ് ടു 13 to 14 കിലോസ്. പിന്നെ ഭയങ്കര നല്ലതാണെങ്കിൽ ഒരു 10 കിലോ 9 കിലോ ആ റേഞ്ചിലൊക്കെ പോകും. അപ്പോൾ ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. പക്ഷേ നമുക്ക് ഇലക്ട്രിക്കൽ അസിസ്റ്റ് ഉള്ള കാരണം നമുക്ക് ആ വെയിറ്റ് തോന്നില്ല. ഈ ഇലക്ട്രിക്കൽ അസിസ്റ്റ് ഇട്ട് നമുക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ചവിട്ടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇടുന്നത് പെഡൽ അസിസ്റ്റ് 2 മോഡിലാണ്. അതപ്പോൾ നമുക്ക് അത്യാവശ്യം എക്സസൈസും കിട്ടും, പക്ഷേ ഒരു നല്ല സൈക്കിൾ ചവിട്ടുന്ന ഒരു സ്മൂത്ത്നെസ്സും സുഖവും കിട്ടും. ഇനി പെഡൽ അസിസ്റ്റ് 3 കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് സുഖമായിട്ട് ഒരു ബിഗിനർ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടുന്നവർക്ക് തന്നെ ഈ പെഡൽ അസിസ്റ്റ് 3 മോഡിലിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു 25 km/h ഈസി ആയിട്ട് ഒരു 30 or 40, 50 കിലോമീറ്റേഴ്സ് ചവിട്ടാൻ പറ്റും. അപ്പോൾ ഒരു പുതിയതായിട്ട് കുറച്ച് പ്രായമായിട്ടുള്ളവർ, ജോയിൻസിന് പെയിൻ ഉള്ളവർ, അല്ലെങ്കിൽ കുറച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് ആർക്കാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക്കൽ സൈക്കിൾ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. അൺലെസ് ഇഫ് യു ആർ എ പ്രൊഫഷണൽ സൈക്കിളർ, അവർ ഓബിയസ്ലി ഇതൊന്നും നോക്കത്തില്ല, അവർ നല്ലൊരു റോഡ് സൈക്കിളൊക്കെ എടുക്കുള്ളൂ. പക്ഷേ ഈ സിറ്റി കമ്മ്യൂട്ടിനും പ്ലസ് ഒരു എക്സസൈസ് പേർപ്പസിന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക്കൽ ബൈക്ക് വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, എനിക്ക് അത്രയും ഓർമ്മ വരുന്നുള്ളൂ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഐ ഫീൽ ഇറ്റ്സ് എ റിയലി ഗുഡ് ഓപ്ഷൻ. പിന്നെ വേറെ കുറച്ച് എനിക്ക് ടിപ്സ് പറയാനുള്ളത്, ഹൗ ടു ബൈ എ സൈക്കിളിന് ഞാൻ കുറച്ച് സൈക്ലിസ്റ്റായിട്ട് സംസാരിച്ചു, എൻ്റെ കുറേ റിസർച്ച് ചെയ്തു. നിങ്ങളുടെ ബേസിക് റിക്വയർമെൻറ്റ് ഇസ് ഫിറ്റ്നസ് ആൻഡ് അടുത്തുള്ള സ്ഥലത്തൊക്കെ പോകാനാണെങ്കിൽ, അടുത്തുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ സിറ്റിക്കുള്ളിൽ പോകാനാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് MTB സൈക്കിൾസ് വാങ്ങരുത്. ദാറ്റ്സ് മൈ റിക്വസ്റ്റ്. കാരണം ഒരുപാട് പേര് MTB സൈക്കിൾസ് വാങ്ങിയവർ അത് വെറുതെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ OLX കൂടെ വിറ്റിട്ട് ഹൈബ്രിഡ് സൈക്കിൾസിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു സൈക്ലിസ്റ്റിനോടോ നല്ല സൈക്ലിസ്റ്റ് ആയ ഒരു സെയിൽസ്മാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി നോട്ട് റെക്കമെൻഡ് MTB. അവർ ഹൈബ്രിഡ് സൈക്കിൾസേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ MTBയുടെ സസ്പെൻഷൻ ഉണ്ട്, ടയറിൻ്റെ വീതി കണ്ടിട്ട് അത് വാങ്ങരുത്. കാരണം ഒരു 10-12 കിലോമീറ്ററേ നിങ്ങൾ ചവിട്ടുള്ളൂ, ഡെഫിനറ്റ്ലി അത്രേ ചവിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാം. പക്ഷേ ഇഫ് യു ആർ പതുക്കെ ചിലപ്പോൾ നിങ്ങൾ 5 കിലോമീറ്റർ ചവിട്ടി പിന്നെ 10, 20, 30 അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോവും, ഇഷ്ടപ്പെട്ട് പോവും. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഹൈബ്രിഡ് സൈക്കിൾസ് ആണ് ബെറ്റർ. നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ ആവശ്യമില്ല ശരിക്കും ഹൈബ്രിഡ് സൈക്കിൾസിന്. കാരണം സസ്പെൻഷൻ വരുമ്പോൾ അഡീഷണൽ വെയിറ്റ് വരുവാണ്. MTBയുടെ പോലെ തിക്ക് ടയേഴ്സ് വരുമ്പോൾ കൂടുതൽ റോളിംഗ് റെസിസ്റ്റൻസ് വരും. അപ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ടാലേ ചവിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ എപ്പോഴും ഹൈബ്രിഡ് സൈക്കിൾസ് തന്നെയാണ്. അൺലെസ് യു ആർ പ്ലാനിങ് ലൈക്ക് ടോട്ടൽ മൗണ്ടൻ ട്രെയിൽസും ഓഫ് റോഡിങ്ങും ഈവൻ ബാഡ് റോഡ്സിൽ കൂടെ കുറച്ചൊക്കെ നമ്മുടെ സിറ്റി എറണാകുളത്താണ് ഞാൻ ചവിട്ടുന്നത്. അപ്പോൾ എൻ്റെ സൈക്കിളിൽ സസ്പെൻഷൻ ഇല്ല, ആൻഡ് അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ആക്ച്വലി സസ്പെൻഷൻ ഇല്ലാത്തതാണ് ബെറ്റർ, കാരണം നല്ല കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഹൈബ്രിഡ് സൈക്കിൾസ് തന്നെ വാങ്ങുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചധികം ചവിട്ടിയിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ആൻഡ് ഒരു നല്ലൊരു സൈക്കിൾ വാങ്ങാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 20,000 റേഞ്ച് തൊട്ടായിരിക്കും ഒരു നല്ല സൈക്കിൾസ് വരുന്നത്. പിന്നെ ഗിയർ ഓബിയസ്ലി ഇറ്റ് ഇസ് റെക്കമെൻഡഡ്. 21 സ്പീഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എൻ്റെ ഇലക്ട്രിക്കൽ സൈക്കിളിന് 7 സ്പീഡേ ഉള്ളൂ, പക്ഷെ അത് മതി. കാരണം നമുക്ക് കയറ്റം കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗിയറിൻ്റെ ആവശ്യം വരുന്നത്. നമുക്ക് ഈ ഇലക്ട്രിക്കൽ അസിസ്റ്റ് ഉള്ള കാരണം വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗിയറും കൂടെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ ഞാൻ സാധാരണ ഒരു 3rd ഗിയറിലൊക്കെ ഇട്ട് ഇലക്ട്രിക്കൽ അസിസ്റ്റിൽ ചവിട്ടുമ്പോൾ വളരെ സുഖമായിട്ട് എത്ര നേരം വേണമെങ്കിലും കയറ്റം കയറാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി എൻ്റെ ഇലക്ട്രിക്കൽ സൈക്കിൾ. ആൻഡ് നിങ്ങളും സൈക്ലിങ് എന്നെ പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫുഡി ഗ്യാങ് ഒക്കെ ഇപ്പോൾ സൈക്കിളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സൈക്കിൾ ചെയ്യുമ്പോൾ ഞങ്ങൾ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ സൈക്കിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ കാലറി ബേണിംഗ് ഒക്കെ ഏകദേശം ഒരു 2500 കാലറീസ് ഒക്കെയാണ് ഒരു ദിവസം ബേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാനുള്ള ലിബർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ടേക്ക് അപ്പ് സൈക്ലിംഗ്. എപ്പോഴും നമ്മുടെ ഹെൽത്ത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് എൻജോയബിൾ ആൻഡ് ഏറ്റവും കുറവ് ഇഞ്ചുറി സംഭവിക്കാനുള്ളതും ആൻഡ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഏറ്റവും കൂടുതൽ കാലറി ബേൺ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ്. കാരണം വളരെ ലോ ഇമ്പാക്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ്. നമ്മുടെ നീസിനും ജോയിൻസിനും അധികം എഫക്റ്റ് ആവില്ല. ജോഗിങ്ങും റണ്ണിങ് ഒക്കെ ഹൈ ഇമ്പാക്റ്റ് ആണ്, ഈവൻ ബാഡ്മിൻ്റൺ, ഡാൻസ് ഒക്കെ.
വാക്കിംഗ് പോലെ തന്നെ, വാക്കിംഗ് സ്വിമ്മിങ് പോലെ തന്നെ വളരെ ഒരു ലോ ഇമ്പാക്റ്റും ലോ റിസ്ക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ്. ബട്ട് യു വിൽ ബേൺ എ ലോട്ട് ഓഫ് കാലറീസ്. സോ ആൻഡ് ഓൾവേസ് വെയർ എ ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം സൈക്കിൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ഒരു കല്ല് മതി നമ്മൾ മറിഞ്ഞു വീഴാൻ. ഹെഡ് ഇഞ്ചറി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ബാക്കി ഒരു ആക്സസറീസ് എടുത്തില്ലെങ്കിലും നിങ്ങളൊരു ഹെൽമെറ്റ് എടുക്കുക. പിന്നെ സൈക്ലിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഒരു ഇഷ്യൂ തോന്നിയിരിക്കുന്നത്, നമ്മൾ ഒരുപാട് നേരം ചവിട്ടുമ്പോൾ കുഴി ചാടുമ്പോഴൊക്കെ നമ്മുടെ ബം വേദന എടുക്കും. അപ്പോൾ അവർ ജെൽ സീറ്റ്, ജെൽ കവർ എന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസ് തരും. പക്ഷേ അതിനൊക്കെ കാട്ടി ബെറ്റർ സൈക്ലിംഗ് ഷോർട്സ് എടുക്കുന്നതാണ്. ഞാൻ സൈക്ലിംഗ് ഷോർട്സ് ഇട്ട് ഓടിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് കംഫർട്ട് ലെവലിന്. ശരിക്കും സസ്പെൻഷനൊന്നും ആവശ്യമില്ല. നല്ലൊരു ജെൽ ഷോർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും ബം വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്ലിംഗ് ഷോർട്സും കൂടെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിൾ ടോട്ടലി എൻജോയ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ്സ് ഒക്കെ സൈക്കിൾ ചെയ്യുന്നവരാണെങ്കിൽ ലൈറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ തുച്ഛമായ റേറ്റിന് കിട്ടും. ഏകദേശം 200 രൂപ 300 രൂപയ്ക്ക് ലൈറ്റ്സ് കിട്ടും. അപ്പോൾ ലൈറ്റ്സ്, ഹെൽമെറ്റ്, പറ്റുമെങ്കിൽ സൈക്ലിംഗ് ഷോർട്സും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈക്ലിംഗ് വളരെ ഒരു എൻജോയബിൾ ആയിരിക്കും, എൻജോയബിൾ ആക്ടിവിറ്റി ആയിരിക്കും. ആൻഡ് പിന്നെ ഞാൻ പറയുന്നു, ട്രൈ ടു ബൈ ഹൈബ്രിഡ് സൈക്കിൾ. നിങ്ങൾ OLXലൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം ഒരുപാട് MTBs ഒക്കെ വിൽക്കാൻ കിടക്കുന്നത്. പക്ഷേ ഹൈബ്രിഡ് സൈക്കിൾസ് അത്രയും കിട്ടില്ല. ഹൈബ്രിഡ് സൈക്കിൾസ് ആൻഡ് നല്ലൊരു സൈക്കിൾ വാങ്ങിയാൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു പ്രീമിയം ബ്രാൻഡ്സ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ബ്രാൻഡ്സിനെ കുറിച്ചൊന്നും അധികം പറയുന്നില്ല. നിങ്ങൾക്ക് നല്ല സൈക്കിൾ ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ സൈക്കിൾസ് ഫ്രണ്ട്സ് ആയിട്ട് ചോദിക്കുക. എന്തായാലും ഇലക്ട്രിക്കൽ സൈക്കിൾ ഇസ് എ ഫ്യൂച്ചർ ഓഫ് ഐ ഫീൽ സൈക്ലിംഗ് അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ കാർസ് വരുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും എനിക്ക് ഇലക്ട്രിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇറ്റ്സ് എ ക്ലീൻ സോഴ്സ് ഓഫ് എനർജി. നമുക്ക് ഓടിക്കുമ്പോഴും വി ഫീൽ ഗുഡ്. ആൻഡ് ഐ ലവ് മൈ ഇലക്ട്രിക്കൽ സൈക്കിൾ. ആൻഡ് കോസ്റ്റിൻ്റെ കാര്യം പറയുമെങ്കിൽ, റണ്ണിങ് കോസ്റ്റ് പറയുകയാണെങ്കിൽ വളരെ കുറവാണ്. അവർ പറഞ്ഞിരിക്കുന്ന ഏകദേശം 0.4 പൈസ പെർ കിലോമീറ്റർ. സോ ഇറ്റ്സ് നെഗ്ലിജിബിൾ. ആൻഡ് എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഒരാഴ്ച ഏകദേശം 500 രൂപയൊക്കെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡും കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഒരു നല്ല ബൈ ആയിരുന്നു എൻ്റെ ട്രിയാഡ് സൈക്കിൾ. എൻ്റെ സൈക്കിളിൻ്റെ മോഡൽ പേര് ട്രിയാഡ് E3 എന്നാണ്. അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഐ ഗോട്ട് ഇറ്റ് ഫോർ പ്രൈം ഡേ. എനിക്ക് ഏകദേശം 31,999 കിട്ടി. അപ്പോൾ ഐ ഫീൽ ഇറ്റ്സ് എ റിയലി ഗുഡ് ബൈ. ആൻഡ് ഇലക്ട്രിക്കൽ സൈക്കിൾസ് എ റിയലി ഗുഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ഒന്നും കൂടെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, സ്റ്റേ ഹാപ്പി.